എന്താണോ ഇക്കാര്യത്തിൽ സംഭവിക്കരുത് എന്ന് കോടതി പറഞ്ഞത് അതുപോലെയുള്ള ഒരു മാധ്യമ വിചാരണ, മീഡിയ ട്രയൽ ഈ കേസിലും സംഭവിക്കുന്നു. ഭാവി കാലത്ത് രേഖപ്പെടുത്താവുന്ന, സംഭവിക്കാൻ പാടില്ലാത്ത മാധ്യമ വിചാരണയുടെ മറ്റൊരു അടയാളവും അധ്യായവുമായി ശബരിമല സ്വർണ്ണമോഷണ കേസ് മാറുന്നു എന്ന നിലയിലാണോ അഭിഭാഷകൻ എന്ന നിലയിൽ കാണുന്നത്? നമുക്ക് എത്രയോ പ്രമാദമായ കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. കേസും അന്വേഷണവും കോടതി വിധികളും പോകുന്നതിന് നേരെ എതിർദിശയിൽ മാധ്യമങ്ങൾ സ്വന്തമായി കഥകൾ മെനയുക, മൊഴികളെ തങ്ങളുടെ സ്കൂപ്പുകളാക്കി മാറ്റിയ മൊഴികൾ എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്ന് തന്നെ താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഒരു ചാനലിൽ ഒരു അവതാരക പറയുന്നത് കേട്ടു, ഹൈക്കോടതി കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു നിവൃത്തിയുമില്ല എന്ന് വെച്ചാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിവൃത്തിയില്ലാതെ അവരെന്തോ ചെയ്യുന്നു എന്ന നിലയിൽ. ഇപ്പോൾ പ്രജി പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാറിന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോക്ക്. അസാമാന്യമായ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്ന മീഡിയ ട്രയലിലേക്ക്. ഞാൻ അതുകൊണ്ടാണ് 2020 ജലീലിൻ്റെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് മുമ്പാകെ ഈ ചർച്ചയുടെ കൂടി ഭാഗമായി വെച്ചത്. അപ്പോൾ കാരണം എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? ED മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ പിന്നീട് അതിൽ നിന്നും മെനഞ്ഞ ഒരു അനുഭവ തലമുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് ആ നിലയിൽ തന്നെ ശരിയല്ലാത്തതാണെന്ന ബോധ്യം അന്ന് തന്നെ വന്നത് ഇന്നും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മീഡിയ ട്രയൽ അത് വളരെ കോടതി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് അവസാനിക്കാത്ത വിധം കഥമെനയിലായി അത്തരം മാധ്യമ വിചാരണ ഇവിടെയും ശക്തം. ആ അനുഭവമാണോ? അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചൊന്നുകൂടി അത് ചോദിക്കുന്നത്. അതാണ് ശരത്തെ, ഈ മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് SIT ഇങ്ങനെ ചോദ്യം ചെയ്യലാണ്, അത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ തരത്തിലുള്ള മാധ്യമ വിചാരണകളും അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഓഥന്റിക്കായി കൺക്ലൂസീവായി കൊടുക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയ ഒരു സംശയമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഏറ്റവും ഗംഭീരമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രി പോയി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ ഒരു കൊള്ള അല്ലെങ്കിൽ വലിയ ഒരു ക്രൈം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുമ്പ് കൊടുത്തത് കോൺഗ്രസിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയാണ് എന്നാണ് കോൺഗ്രസുകാർ വളരെ ഊറ്റത്തോടു കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് പറയുന്നതും ഈ തരത്തിൽ ഊഹാപോഹങ്ങളോടുകൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നതും. പക്ഷെ എനിക്കൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു സംശയം, ഈ തരത്തിൽ ഒരു സ്വർണ്ണക്കുള്ളയെ കുറിച്ച് വളരെ കൺക്ലൂസീവായിട്ടുള്ള അറിവ് കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു SIT രൂപവൽക്കരണം വരെ അദ്ദേഹം കാത്തിരുന്നത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് തുല്യമായി തന്നെയാണ് അതിനെ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കുന്നത്. എന്തേ അദ്ദേഹത്തിന് അന്ന് തന്നെ ഈ തരത്തിൽ വളരെ വലിയൊരു കൊള്ള അങ്ങനെ ശബരിമലയിൽ നടക്കുന്നു എന്നുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയേണ്ട സന്ദർഭം ഇതാണോ? അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മാധ്യമം ആ സാമൂഹ്യ പ്രവർത്തകനോട്, രാഷ്ട്രീയ പ്രവർത്തകനോട്, മുൻ ആഭ്യന്തര മന്ത്രിയോട് എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ എന്തേ ഇത്രയും വൈകിയത്, എന്തുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞില്ല? അപ്പോ തീർച്ചയായും അദ്ദേഹം എന്തിനാണ് മറച്ചു പിടിച്ചത് എന്നുള്ള ഒരു ചോദ്യം ചെയ്യലിന് അദ്ദേഹവും വിധേയനായി കാണില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്യണ്ടേ ആ വിഷയം? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഞങ്ങളാണിത് നയിക്കുന്നത് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ എന്തിനാണ് ഇത് മറച്ചു വെച്ചത് ഇത്രയും കാലം? ഒരു SIT രൂപീകരിക്കുന്നതിന്, അതും ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം എന്തിനാണ്, ആഭ്യന്തര മന്ത്രിയായിരുന്ന ഒരാൾ, അദ്ദേഹം എന്തിനാണ് ഇത്രയും നാൾ ഇത്രയും വലിയ അക്ഷന്തവ്യമായ മൗനം അദ്ദേഹം അവലംബിച്ചത് എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഈ മാധ്യമ വിചാരണ നടത്തുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഇന്ന് ഇതുവരെ ചർച്ച ചെയ്തോ ഏതെങ്കിലും ഒരു മാധ്യമം?